ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശൈലജ. ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോട് ബേപ്പൂരിലേക്കാട്ടോ. ബേപ്പൂരിൽ ജങ്കാർ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ജങ്കാർ കാണുന്നത്. നമ്മൾ കയറാൻ വേണ്ടി ചെന്നപ്പോഴത്തേനും ജങ്കാർ ആ ട്രിപ്പ് വിട്ടിന്. എന്നാൽ പിന്നെ അടുത്ത ട്രിപ്പിന് കയറാമെന്ന് വെച്ചു. ഈ ജങ്കാർ എന്നെ അത്ഭുതപ്പെടുത്തി. എത്ര വാഹനങ്ങൾ അതിനകത്ത് കയറിയിരിക്കുന്നത്, അതിൻ്റെ കൂടെ മനുഷ്യർ. ഇത്രയും കാലമുള്ളൊരു സാധനം ഇതിനകത്ത് കയറി വെള്ളത്തിലൂടെ പോകാൻ പറയുന്നത് എൻ്റെ അപ്പ അതിശയം തന്നെ. അങ്ങനെ ജങ്കാർ കാത്തിരിക്കുമ്പോഴേ പിള്ളേർ മീൻ പിടിക്കുന്നു. അവിടെ കുറച്ചു നേരം അങ്ങനെ ഇരുന്നങ്ങനെ കായലിലേക്കെല്ലാം നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ജങ്കാർ അതാ തിരിച്ചു വരുന്നു. അങ്ങനെ ജങ്കാറിൽ എല്ലാവരും കയറി തുടങ്ങി. ഞാനും കയറിയിട്ടാ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. വണ്ടികൾ ഓരോന്നായിട്ട് ജങ്കാറിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ജങ്കാർ എക്സ്പീരിയൻസ് സൂപ്പർ. ചില സന്തോഷങ്ങൾ അങ്ങനെയാണ്, നനച്ചിരിക്കാണ്ട് വരും. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ നമ്മളന്നേരം ബേപ്പൂർ ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. ഞാനിതുവരെ ജങ്കാർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പം മോള് പറയാം, എന്നാൽ പിന്നെ ഇവിടെ വന്ന വലിയ ഭാഗ്യമായില്ലമ്മേ, നമുക്ക് കാണാൻ പറ്റിയല്ലോ. എനിക്ക് എൻ്റെ മക്കളോടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങാൻ പോകും, പക്ഷേ മക്കളെ കൂടെ പോകുമ്പോഴുള്ള ഒരു ഫീലിംഗ് അത് വേറെയല്ലേ. അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നവരാണ്. പിന്നെ ബേപ്പൂർ ബീച്ചെല്ലാം ഒന്ന് കറങ്ങി ഒരു അരമണിക്കൂറേ അവിടെ ഇരിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോഴത്തേനും മഴ പെയ്തു. പിന്നെ വേഗം തിരിച്ച് വീട്ടിലേക്ക് പോകണം. അത് അവിടെ നല്ല രസമായിരുന്നു, കുറച്ച് നേരം കൂടി ഇരിക്കാം. പക്ഷെ മഴ പെയ്തുകൊണ്ട് നമ്മൾ വേഗം തിരിച്ചു പോകണം. അവിടുന്ന് കുറച്ച് വീഡിയോസെല്ലാം എടുത്ത്